ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് അതിനുമുപരി ഒരു ഫിലിം സ്റ്റാറിന് സെക്യൂരിറ്റി സർവീസിന്റെ ഭാഗത്തു നിന്നും സ്പെഷ്യൽ VVIP ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ മംസാർ പാർക്കിലെ സ്റ്റേഡിയത്തിനുള്ളിലെ തിരക്ക് അദ്ദേഹത്തിന് വീക്ഷിക്കാൻ കഴിഞ്ഞു. ബ്ലസി സംവിധാനം ചെയ്ത കാഴ്ചയിലെ മാധവനിൽ നിന്നും തുടങ്ങിയ വിജയഗാഥ തൊമ്മനും മക്കളും, തസ്കരവീരൻ, നേരറിയാൻ CBI, ബ്ലാക്ക്, രാപ്പകൽ എന്നീ ചിത്രങ്ങൾ തുടർന്ന് രാജമാണിക്യത്തിലെത്തി നിൽക്കുന്ന ഈ വേളയിൽ മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. അർഹതയുള്ള ഈ അംഗീകാരത്തിന്റെ ആഘോഷത്തിനായി മെഗാസ്റ്റാറിനെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ സ്റ്റേഡിയത്തിന് മുകളിൽ വട്ടമിട്ടപ്പോൾ താഴെ നിന്നവർ ആവേശത്തോടെ ആകാശത്തേക്ക് കൈകൾ നീട്ടി. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട് സുരക്ഷാ വലയത്തിന് ദൂരെ നിന്നിരുന്ന ജനക്കൂട്ടം മെഗാസ്റ്റാർ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നത് അടുത്ത് കാണുവാനായി സുരക്ഷാ വലയത്തിനടുത്തേക്ക് അടുത്തു തുടങ്ങി. മെഗാസ്റ്റാർ ആദ്യ ചുവടുവെപ്പ് നടത്തി. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ദുബായിലെ നഗരവീഥികളിലെ തിരക്ക് ഒരിക്കലെങ്കിലും ഈ നഗരം സന്ദർശിച്ചവർക്ക് പരിചിതമാണ്. അതുകൊണ്ട് സ്പെഷ്യൽ വേയിലൂടെ മെഗാസ്റ്റാറിന് യാത്ര ചെയ്യാൻ വേണ്ടി വൈറ്റ് ലിമോസിന്റെ മുമ്പിലും പിറകിലുമായി ദുബായ് പോലീസിന്റെ ബൈക്സും മോട്ടോക്കേറ്റ് ഷോയിലുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവുന്ന ഒന്നല്ല ഈ കാണുന്നതൊക്കെ. ദുബായ് പോലീസിന്റെ പ്രത്യേക കൺട്രോളിൽ മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന ലിമോസിന് നീങ്ങാനായി തിരക്കേറിയ റൗണ്ട് ബോട്ടുകൾ ക്ലിയർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ആരാധകർ ഒരുക്കിയ ഈ ആഘോഷത്തിന് അതിനേക്കാളേറെ പ്രാധാന്യവും ബഹുമാനവും ദുബായ് ഭരണകൂടത്തിന്റെ സഹകരണത്തിലൂടെ തെളിവായി. ഇതിന് മൂടികൂട്ടുന്ന ചമയങ്ങളെ പോലെ സന്നാഹങ്ങളുടെ ഭാഗമായി ലാൻഡ് ക്രൂസേഴ്സ്, റാംഗ്ലർ ജീപ്സ്, ഫെറാറീസ്, ഹമേഴ്സ്, റേഞ്ച് റോവേഴ്സുമെല്ലാം ദുബായ് പോലീസ് സർവീസസ് ഒരുക്കിയ സ്പെഷ്യൽ വേയിലൂടെ നീങ്ങുകയാണ്. വാരാന്ത്യങ്ങളിലെ അവധി ദിവസങ്ങളിൽ പോലും തിരക്കുള്ള ദുബായ് നഗരവീഥികളിൽ കൂടി വിജയാഘോഷങ്ങൾക്കായുള്ള റോഡ് ഷോയിൽ തിരക്കിൽ നിന്നും